ഗൈസ്, അപ്പൊ ഇത് 3ാമത്തെ എപ്പിസോഡാട്ടാ. ഈ കൊട്ട കാണുന്ന മീനുകളൊക്കെ എങ്ങനെ പിടിച്ചു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണിച്ചിട്ടാ. പിന്നെ നമുക്ക് കിട്ടിയ ബ്രാലോണൊക്കെ സേഫ് ആക്കിട്ട് കലത്തേക്ക് മാറുന്നാട്ടാ നിങ്ങളീ കാണുന്ന. അത് മാത്രല്ല, പുതിയതായി കിട്ടിയ മീനുകളൊക്കെ ചേട്ടന്മാര് ബോക്സിക്ക് തട്ടണോണ്ടിട്ടാ. ഇക്കാണ ചോന്ന പോലെ നമ്മള് ലാസ്റ്റ് എടുക്കണ വലയാട്ടാ. ഇതിലാണെങ്കിൽ ഇപ്പൊ തന്നെ ഇഷ്ടം പോലെ മീനെ വന്ന് ചാടിക്കെടുക്കുന്നുണ്ട്. അവസാനം ആകുമ്പോഴേക്കും ഇതിലുള്ള കൊമ്പന്മാരൊക്കെ ഇതിൽ കയറി ചാടിക്കെടുക്കൂട്ടാ. അങ്ങനെ നമ്മുടെ ചേട്ടന്മാര് അവസാനം എല്ലാ മീനും മാട്ടിക്കൊണ്ടുവന്ന് വല പൊക്കണാട്ടോ നിങ്ങൾ ഈ കാണണേ. ഈ സമയത്ത് അപ്പുറത്തെ സൈഡിലായിട്ട് മീനുകൾ ചാടണം നിങ്ങൾക്ക് കാണാട്ടാ. അത്യാവശ്യം നല്ല സൈസുള്ള വാളയും ബ്രാലൊക്കെ ഇട്ടാ വലയെ കയറി കിടക്കണ. ചോന്നോല ഇങ്ങനെ പൊക്കി കിട്ടിയിട്ട് നമ്മുടെ ചേട്ടന്മാര് ഈ പച്ചവലയിന്ന് മീനെ പിടിച്ച് മാറ്റിയിടണട്ടാ നിങ്ങൾ ഈ കാണണം. ആ മീനിന്റെ കൂടുതൽ സൈസുള്ള ഒരു ചേറാനേട്ടാ ചേട്ടൻ നോക്കി എടുക്കണേ. നമ്മുടെ കല്ലം നിറച്ച് നല്ല സൈസ് മീനുകളായിട്ട് കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞപ്പോ അവരാ ചോന്നോല വെക്കാൻ പോയിട്ടാ. നല്ല സൈസ് മീനുകൾ കിടന്ന് മറയണം നിങ്ങൾക്ക് ഇതിൽ കാണാട്ടാ. റോഹു, വാള, ബ്രാൽ അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ അതില്. നമ്മുടെ ചേട്ടന്മാരെ വല എങ്ങനെയൊക്കെയോ കരയെ കയറ്റിട്ടാ. വല ഓപ്പൺ ചെയ്തപ്പോഴുള്ള മീനിന്റെ ചാകരട്ട നിങ്ങളീ കാണണേ. സൂക്ഷിച്ച് നോക്കിയാ കാണാൻ നല്ല സൈസ് മീനുള്ള ഉള്ളിലുണ്ട്. അടുത്ത സ്റ്റെപ്പ് മീനെ പിടിച്ച് മാറ്റിയല്ലാട്ടാ. ചെറുതായിട്ട് പിന്നെ കളത്തിലെ മീനെ ബോക്സിൽ തട്ടിട്ട് കഴുകി എടുക്കണാട്ടോ നിങ്ങളീ കാണണ.
പിന്നെ ബ്രാലോളിനൊക്കെ ജീവനോടെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ കലത്തിൽ വെള്ളം ഒഴിച്ച് വെക്കണം. അടുത്ത സ്റ്റെപ്പ് ഐസ് ഇട്ട് വെക്കലാട്ടാ. നമുക്ക് കിട്ടിയ റോഹും വാളയൊക്കെ നാശാവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം. ആദ്യം കുറച്ച് ഐസ് അടിയിലിടും, പിന്നെ കുറച്ച് മീൻ മേലിട്ട് വീണ്ടും മേലെ ഐസ് ഇടും. അതാണ് നമ്മുടെ പരിപാടി. സമയം പോകുന്ന വിക്കാള സമയം പോലെ അങ്ങനെ കുലിക്ക് മേത്തോരക്കണ്ടാ കാട്ടുള്ളതല്ലേ കച്ചവടം ഒരു മിനിറ്റ് നിന്റെ എടുക്കട്ടെ. എയർ എടുക്കാൻ വേണ്ടി വന്നൊരു സൈസം ബ്രാലിലെ തലയാട്ടാ നിങ്ങളീ കാണണേ. പിന്നെ ഈ കൊട്ടയില് മാറ്റിട്ടേക്കണ ബ്രാലിലെ പേരാട്ടാ കടിയം ബ്രാല്. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇതിന് ഈ പേരാട്ടാ പറയാ. ഇവന്റെ പേര് പോലെ തന്നെ ആളിതൊരു ഉപദ്രവകാരിയാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള കാരണം മാർക്കറ്റിൽ വേണ്ടി നല്ല റേറ്റും ഉണ്ട്. അമ്പതിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഏരിയ തൃശ്ശൂര് ഫുള്ള് ഒരു ഏരിയയിലൊക്കെ മൊത്തം മീൻ പിടിക്കുന്നത് നമ്മൾ തന്നെ ആണല്ലേ. പുറമെ മീൻ പിടിക്കാറുണ്ട്. കുന്നംകുളം, ചങ്ങരംകുളം, വളർത്തലും കാര്യങ്ങളും വളർത്തലുണ്ട്. മീൻ വളർത്തുന്നുണ്ട്. പിന്നെ എവിടെ പോയിട്ട് വിൽക്കാറ് കാര്യങ്ങളൊക്കെ? തൃശ്ശൂർ മാർക്കറ്റ്, പിന്നെ പട്ടാമ്പി അല്ലേ, അവിടേക്കൊക്കെ എത്തല്ലേ? ഇങ്ങനെ ഓർഡറിനനുസരിച്ച് കൊടുക്കണ്ട? ഓർഡറിനനുസരിച്ച് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ നമ്പർ അടി നമ്മൾ കൊടുക്കാല്ലേ? ഓക്കെ. പിന്നെ ദൈക്കാണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി കിട്ടിയ മീനുള്ളാട്ടാ. നമ്മൾ ഈ 2-3 ദിവസമായിട്ട വീഡിയോസ് ഒന്നും പെർഫെക്റ്റ് വീഡിയോസ് ഇല്ലെന്ന് നമുക്കറിയാട്ടാ. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിന്റെ റിവ്യൂ അനുസരിച്ച് നമ്മളത് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലത്തെ കിട്ടുന്ന വീഡിയോസ് ആയിട്ട് വീണ്ടും വരാട്ടാ. അപ്പൊ അത് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.